അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരെയും നമ്മോടൊപ്പം വിട പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം സ്വാലിഹീങ്ങളുടെ ജിവാറിൽ, ഹബീബിന്റെ ജിവാറിൽ, സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. നമ്മുടെ പള്ളികളിൽ നിന്ന് വീടിന്റെ അടുത്ത് പള്ളികളുള്ളവരുണ്ടാകും, വീടിന് അകലെയുള്ള പള്ളികളിലുള്ളവരുണ്ടാകും. എങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുകയാണെങ്കിൽ ആ വാങ്ക് വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് അതിന് ഇജാബത്ത് നൽകൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നെല്ലാം വാങ്ക് കേൾക്കുന്ന സമയത്ത് അതിന് ഇജാബത്ത് നൽകാതെ അശ്രദ്ധമായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ വാങ്കിനെ ശ്രദ്ധിക്കാതെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട മരണം വരെ ലഭിക്കാൻ കാരണമാകുന്ന വലിയ ഭവിഷ്യത്തുള്ള കാര്യമാണ് വാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്രദ്ധവാന്മാരായി നിൽക്കുന്നത്. വാങ്ക് വിളിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാതെ നെവർ മൈൻഡായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് നാളെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? സൂഉൽ ഖാത്തിമ. സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മരണം മോശമായി മരണപ്പെടുക. ആ രൂപത്തിലേക്ക് മരണപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് വാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്രദ്ധമായിരിക്കുക, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുക. എന്തു പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനങ്ങേയറ്റം പറയാനുണ്ടെങ്കിൽ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല പ്രവർത്തനം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഒരാള് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഉടൻ തന്നെ ആ വിശുദ്ധ ഖുർആൻ ക്ലോസ് ചെയ്ത് ഖുർആൻ പാരായണം നിർത്തിവെക്കണമെന്ന അത്രത്തോളം വാങ്കിന് പ്രാധാന്യമുണ്ട്. വാങ്ക് വിളിക്കുന്ന ആളുടെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും വാങ്ക് വിളിക്കുന്ന സമയത്ത് വാങ്ക് വിളിക്കുന്ന ആളുടെ ശ്രേഷ്ഠത നാളെ മഹ്ശറാവൻ സഭയിലെ ആ വാങ്ക് വിളിക്കുന്ന ആളുടെ കഴുത്ത് അവരുടെ തലയെടുപ്പുള്ളവരായിരിക്കും അവർ എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും വാങ്ക് വിളിക്കുന്ന സമയത്ത് വളരെ അദബോടുകൂടെ, വളരെ അച്ചടക്കത്തോടുകൂടെ വാങ്കിനെ, അതിന് ഇജാബത്ത് നൽകുന്ന ആ സംഭവങ്ങളൊക്കെ നാം സാധാരണ ചൊല്ലാറുള്ള അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഇജാബത്ത് ചെയ്യൂലേ? ആ ഇജാബത്ത് ചെയ്യുന്നതൊക്കെ കൃത്യമായി ചെയ്ത് നമ്മുടെ മക്കളോടൊക്കെ വാങ്ക് വിളിക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മുടെ മക്കൾ കാണണം. നമ്മുടെ മക്കൾ കണ്ടിട്ട് അവരിത് പഠിക്കണം. വാങ്ക് വിളിക്കുന്ന സമയത്ത് എവിടെയാണോ തട്ടത്തിന്റെ തല, അത് എവിടെയാണോ കിടക്കുന്നത് അത് വലിച്ച് തലയിലേക്കിട്ട് നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ജീവിതശൈലി കാണുമ്പോൾ അവരും അത് ജീവിതത്തിൽ പഠിക്കും. കാരണം അവർ വളർന്നു വരുന്ന തലമുറയാണ്. ചെറിയ മക്കള് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ? അവരാ ചെറിയ പ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് അവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് വളർന്നു വരുന്ന ആ സംഭവങ്ങളൊക്കെ അവരും ജീവിതത്തിൽ പകർത്തും. അപ്പൊ തലയിലേക്ക് വേഗം തട്ടമിട്ട് വാങ്ക് വിളിക്കുന്ന സമയത്ത് അതബോടുകൂടെ നിൽക്കുക. അങ്ങനെ വാങ്ക് വിളിക്കുന്ന സമയത്ത് നാം സാധാരണ ജവാബ് ചെയ്യാറുണ്ട്. വാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് ജവാബ് ചെയ്യുമ്പോൾ ഈ വാങ്ക് വിളിക്കുന്ന ആളിന്റെ അതേ പ്രതിഫലം വാങ്ക് വിളിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോഴും കൃത്യമായി നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മുതൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും അശ്രദ്ധമായിട്ട്, ചിലപ്പോ നന്നായിട്ട് ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ സംസാരം നിർത്തിയിട്ട് പതുക്കെ സംസാരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്.
ആക്കണ്ട അല്ലേ? വാങ്ക് വിളിക്കുന്ന സമയത്ത് സ്വകാര്യം പറയാ. വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഉറക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവും. വാങ്ക് വിളിക്കുന്ന സമയമായി കഴിഞ്ഞാൽ ആ സംസാരത്തിന് ശബ്ദം ഒന്ന് കുറച്ച് ഒരു സ്വകാര്യം പറയുന്ന രൂപത്തിലേക്ക് പറയുക. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ആ സംസാരം നിർത്തിയിട്ട് മൊബൈൽ ഫോൺ നോക്കുക. ഇങ്ങനെ വാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനാണ് നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പോലും പാരായണം ചെയ്യുന്ന സമയമാണെങ്കിൽ ആ ഖുർആൻ അവിടെ നിർത്തിയിട്ട് നേരെ ആ ഒരു വാങ്കിനെ ശ്രദ്ധിച്ചിരിക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വാങ്ക് കൊടുക്കുന്ന ആൾക്ക് എത്രത്തോളം പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം അവനും ലഭിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ താഴെ പറയാൻ പോകുന്ന ഞാനീ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച 20 ലക്ഷം ദോഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പ്രത്യേകം മനസ്സിലാക്കണം, 20 ലക്ഷം ദോഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. 20 ലക്ഷം ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കും. 10 ലക്ഷം നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. എന്താണ്? വാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അല്ലാഹു അവന് രേഖപ്പെടുത്തുമെന്നല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 ലക്ഷം പുണ്യങ്ങൾ, ഹസനത്തുകൾ, 10 ലക്ഷം നന്മകൾ അല്ലാഹു അവന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 20 ലക്ഷം ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. 20 ലക്ഷം ദറജകൾ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. വെറുതെ എന്തിനെ നഷ്ടപ്പെടുത്തുന്നത്? അതെപ്പോഴാണ്? വാങ്ക് വിളിക്കുന്ന ആ സമയം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വാങ്കൊലി കേൾക്കുന്ന ആ ടൈമില് മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക്. മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല. ഒന്നുകൂടെ. മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല. എല്ലാവരും കാണാതെ പഠിക്കും. കുറഞ്ഞ പദങ്ങളുള്ളൂ. മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല. ഇത് ഒരാൾ വാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ, ആ സമയത്ത്, അല്ലാഹു അക്ബർ എന്ന് കേൾക്കുന്ന സമയത്ത് ഇത് പറഞ്ഞാൽ അവന് 10 ലക്ഷം നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. വലിയ പുണ്യല്ലേ? 20 ലക്ഷം ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. 20 ലക്ഷം ദറജകൾ അല്ലാഹു വർദ്ധിപ്പിക്കും. മഹാനരായ മുഹമ്മദ് ശത്തദ് ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ മുഈനി വിശദീകരിച്ചപ്പോൾ അവിടുത്തെ ഈ ആനത്ത് ത്വാലിബീനിൽ ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഞാൻ ആ ചൊല്ലാനുള്ളതിന്റെ സ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല. ഇതൊരാൾ വാങ്ക് വിളിക്കുന്ന സമയത്ത് ചൊല്ലിയാൽ അവന് 10 ലക്ഷം നന്മകൾ അല്ലാഹു അവന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 20 ലക്ഷം ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. 20 ലക്ഷം ദറജകൾ, സ്ഥാനങ്ങൾ അല്ലാഹു അവന് ഉയർത്തിക്കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ള നൂറെ മദീന കുടുംബാംഗങ്ങൾ, നിങ്ങൾ എല്ലാവരും ഇത് പതിവാക്കണം. മൻ ഖാല ഹൈന യസ്മഉൽ മുഅദ്ദിൻ, ആരെങ്കിലും വാങ്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവന്റെ കാതുകളിൽ, അവന്റെ കർണപുടങ്ങളിൽ അലയൊടിച്ചാൽ, അത് കേൾക്കാനിടയായാൽ അവൻ പറഞ്ഞാൽ മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന് പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫി ഹസന, അവന് 10 ലക്ഷം നന്മകൾ അല്ലാഹു എഴുതിയിരിക്കുന്നു, രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. രേഖപ്പെടുത്തും എന്നല്ല പറഞ്ഞത്, അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത്രയും ഉറപ്പുള്ളതാണ്. 20 ലക്ഷം ദോഷങ്ങൾ അല്ലാഹു അവന് മായ്ച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു തരും, അല്ലാഹു പുറത്തു തരും. അവന് 20 ലക്ഷം സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്നാണ്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വാങ്ക് വിളിക്കുന്ന സമയത്ത് നെവർ മൈൻഡ് ആക്കി കളഞ്ഞാൽ നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പദം പറയുന്ന സമയത്ത് നമ്മുടെ നാക്കതിന് വഴങ്ങിത്തരൂല. ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവരെ. ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വാങ്ക് വിളിക്കുന്ന സമയത്ത് വളരെ നിശബ്ദമായിരിക്കുക. ചെയ്യുന്ന പണികളൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് വാങ്ക് കഴിയും. ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി സ്വകാര്യം പറയാ, ഇനി പതുക്കെ പറയാ എന്നൊന്നുമില്ല. ആ പ്രവർത്തനം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. മൊബൈൽ ഫോണൊക്കെ അവിടെ വെക്കുക. ഒരു 2-3 മിനിറ്റല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ പ്രതിഫലം അവന് ലഭിക്കും.
ലഭിക്കും. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ ഇത് ശീലിപ്പിക്കുക. അള്ളാഹു നമുക്കതിനുള്ള വലിയ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വാങ്ങി വിളിക്കുന്ന സമയത്ത് മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന സമയത്ത് ഒരു ദിക്റുണ്ട്. ആ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് തിമിരം ബാധിക്കുകയില്ല, കാഴ്ചശക്തി അവന് നഷ്ടപ്പെടുകയില്ല, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. അള്ളാഹു നന്മകളെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് കേട്ട എല്ലാവരും ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. അവരും ജീവിതത്തിൽ ഇത് പകർത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.